നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള പണമുള്ള കുടുംബം ഏതായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന വരാനിരിക്കുന്ന 2034 ഫിഫ വേൾഡ് കപ്പ് നടത്താൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ ഈ പറയാൻ പോകുന്ന കുടുംബമാണ്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് ആ കുടുംബത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് നോക്കാം. നിലവിലെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള പണമുള്ള കുടുംബമാണ്, ഫാമിലിയാണ് സൗദി രാജ കുടുംബം എന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും സൗദി രാജ കുടുംബത്തിന്റെ സമ്പത്തിനെ കുറിച്ച്. നിലവിലെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായിട്ടുള്ള ഒരു 8-10 ആളുകളുടെ മൊത്തം സമ്പത്തും പണവും കൂട്ടി വച്ചാൽ പോലും ഒരിക്കലും അത് സൗദി രാജ കുടുംബത്തിന്റെ സമ്പത്തിന്റെ പണത്തിന്റെ അടുത്ത് എത്തുന്നില്ല എന്നതാണ്. ചില കണക്കുകൾ അനുസരിച്ച് സൗദി രാജ കുടുംബത്തിന്റെ നിലവിലെ മൊത്തമുള്ള ഒരു ആസ്തി എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് $1.4 ട്രില്യൺ ആണ്. അതായത് അത് നേരെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 119 ലക്ഷം കോടി രൂപക്ക് മുകളിലാണ് സൗദി രാജ കുടുംബത്തിന്റെ ആസ്തി എന്നത്. എങ്ങനെയാണ് ഇവർക്ക് ഇത്രയേറെ സമ്പത്ത്, പണം ഉണ്ടായതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം തന്നെ കാണാനാകുന്നത് ക്രൂഡ് ഓയിൽ തന്നെയാണ് സൗദി രാജ കുടുംബത്തിനെ ഇത്രയേറെ ലോകത്ത് സമ്പന്നരാക്കിയിട്ടുള്ളത്. ലോകത്തു തന്നെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാമതായിട്ടുള്ളത് പോലും സൗദി അറേബ്യ എന്ന രാജ്യമാണ്. ഇത്തരത്തിൽ തന്നെ കഴിഞ്ഞ വർഷം മാത്രം $236 ബില്യൺ അഥവാ 23 ലക്ഷം കോടി രൂപയാണ് ക്രൂഡ് ഓയിൽ, ഈ ഓയിലിലൂടെ മാത്രം സൗദി അറേബ്യ നേടിയത്. ഇനി ഇതൊന്നും കൂടാതെ ലോകത്തുള്ള പല വലിയ കമ്പനികളിലായിട്ട് വലിയ തോതിലുള്ള പണം നിക്ഷേപം, റിയൽ എസ്റ്റേറ്റ് അഥവാ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വളരെയേറെ ആഡംബരത്തോടു കൂടി നിർമ്മിച്ചെടുത്ത പല കൊട്ടാരങ്ങളും വസ്തുവകകളും എല്ലാമായിട്ട് സൗദി രാജ കുടുംബത്തിന്റെ പേരിൽ ഇന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്ന സൗദി രാജ കുടുംബത്തിന്റെ സമ്പത്തിന്റെ പ്രധാന കാരണം എന്നത്. നിലവിലെ സൗദി അറേബ്യയുടെ രാജാവും പ്രധാനമന്ത്രിയും എല്ലാം എന്നത് മുഹമ്മദ് ബിൻ സൽമാൻ ആണ്. ഇനി അടുത്തതായിട്ട് വരാനിരിക്കുന്ന, ലോകം ഒരുപോലെ കാത്തിരിക്കുന്ന ഒന്നാണ് 2034 നടക്കാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പ് എന്നത്. ഇത്തരത്തിൽ തന്നെ 2034 ലോകകപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന സൗദി രാജ കുടുംബമാണ്. 2034 നടക്കുന്നത് ഫിഫയുടെ ലോകകപ്പിന്റെ 25ാമത് വേൾഡ് കപ്പാണ്. ഇതിനായിട്ട് ലോകകപ്പിനെ വരവേൽക്കാനായിട്ട് 11 പുതിയ സ്റ്റേഡിയങ്ങളാണ് സൗദി അറേബ്യ എന്ന രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരുങ്ങുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടാതെ തന്നെ 48 രാജ്യങ്ങളാണ് 2034 നടക്കാനിരിക്കുന്ന ലോകകപ്പിൽ കളിക്കാനൊരുങ്ങുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2022 ലോകകപ്പ് ഏറ്റെടുത്തത്, സാക്ഷ്യം വഹിച്ചത് ഖത്തറായിരുന്നു. 2034 ഫിഫ വേൾഡ് കപ്പ് സൗദി അറേബ്യ ഏറ്റെടുത്തോടുകൂടി രണ്ടാമത്തെ അറബ് രാജ്യമാണ് ഇത്തരത്തിൽ തന്നെ ഫിഫ വേൾഡ് കപ്പ്, ലോകകപ്പ് ഏറ്റെടുക്കുന്നത്. ഇതിലൂടെയായിട്ട് പ്രധാനമായും സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത് പല വലിയ കാര്യങ്ങളുമാണ്. 2022 ഖത്തർ വേൾഡ് കപ്പ് നടന്നതോടുകൂടി ലോക സഞ്ചാരികളുടെ ശ്രദ്ധ വലിയ രീതിയിലാണ് ഖത്തറിലേക്ക് എത്തിയത്. ഇതുപോലുള്ള മറ്റു പല വലിയ കാര്യങ്ങളുമാണ് സൗദി അറേബ്യ ഇത്തരത്തിൽ തന്നെ ലോകകപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ സൗദിയുടെ മറ്റൊരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു നിയോ സിറ്റി എന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. 170 കിലോമീറ്റർ നീളത്തിൽ തന്നെ ഒരു വെർച്വൽ സിറ്റിയാണ് സൗദി അറേബ്യ നിർമ്മിക്കാനായിട്ട് ഒരുങ്ങിയിരുന്നത്. ഇത്തരത്തിലുള്ള പല വലിയ കാര്യങ്ങളും നമുക്കിനി സൗദി അറേബ്യ എന്ന രാജ്യത്ത് ഇനി അങ്ങോട്ട് കാണാനാവുന്നതാണ്, കേൾക്കാനാവുന്നതാണ്. ഇതിലൂടെ എല്ലാമായിട്ട് വലിയ തോതിലുള്ള പണം ചിലവഴിക്കുന്നതിലൂടെ എല്ലാമായിട്ട് സൗദി അറേബ്യ എന്ന രാജ്യം ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന്റെ ഭാവി പുരോഗതിക്ക്, ഉയർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇവിടെ പറഞ്ഞത് സൗദി അറേബ്യ എന്ന രാജ്യത്തിന്റെ വെറും ഒരു ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക്